നമസ്കാരം. നമുക്ക് ഇന്നലെ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് അനലൈസ് ചെയ്തിരുന്നു. അതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അത് എത്രമാത്രം അത് റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നാളത്തെ നിഫ്റ്റിയുടെ ലെവലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഏതാണ്ട് ലോ വന്നത് 24,229 30 ആ ലെവലുകളാണ്. ഏറെക്കുറെ അത് തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഹൈ ലെവൽ പോയേക്കുന്നത് 24,330 ലെവലിനിടയ്ക്കാണ്. ഏറെക്കുറെ ആ ലെവലും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരച്ച ആ ട്രെൻഡ് ലൈൻ കുറച്ചുകൂടെ ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ 24,330 ലെവൽ തന്നെ വീണ്ടും റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിഫ്റ്റി ക്ലോസിംഗ് ലെവലിൽ കയറിയാണ് ക്ലോസ് ചെയ്തത്. സെബിയുടെ പുതിയ റൂൾ പ്രകാരമുള്ള ആ ക്ലോസിംഗ് ലെവലിൽ കയറിയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്നലെ മാത്രം മാർക്കറ്റിന്റെ ആ ട്രേഡ് ചെയ്ത് വന്ന ക്ലോസിംഗിൽ നിന്ന് വൈകുന്നേരത്തെ ആ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 24,287 നിഫ്റ്റി ക്ലോസ് ചെയ്തു. അത് വെച്ച് നമുക്ക് അടുത്ത ദിവസത്തെ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ 330 350 ലെവലിനടുത്താണ് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പ്രധാനമായിട്ടും 20 EMA വരുന്നത് 24,356 20 SMA സിമ്പിൾ മൂവിംഗ് ആവറേജ് വരുന്നത് 24,325 അപ്പൊ ആ സോണിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് 24,260 ലെവൽ കഴിഞ്ഞ ഇന്നത്തെ ക്ലോസിംഗ് ലോവർ ലെവൽ, അതായത് 24,229. അതിന് താഴെയുള്ളത് 24,191. ഈ ലെവല് 50 EMA വരുന്ന പോർഷൻ ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 100 EMA 24,206 ലെവലുകളിലാണ് വരുന്നത്. ഇനി ഇതിന്റെ റെസിസ്റ്റൻസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു 200 EMA വരുന്നത് 24,384 ലെവലാണ്. അതിവിടെ ശരിക്കും പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടില്ല. ആ ഒരു മൂവിംഗ് ആവറേജിന്റെ ലെവലാണ്. ഇനി അതിന് മുകളിൽ വരുന്നത് 24,414 430 എന്നീ ലെവലുകളാണ്. വളരെ സ്ട്രോങ് ആയിട്ട് പോയെങ്കിൽ മാത്രമാണ് 24,477 24,513 അതിന് മുകളിൽ 24,569 ഒക്കെ വരാനുള്ള ഒരു സാധ്യത. അപ്പം മുകളിലേക്കും താഴേക്കും ഒരുപാട് ലെവൽസ് ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് ലെവലിലാണെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. സപ്പോർട്ടിന്റെ അവിടെയും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. അതിന്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ടിക്കറ്റാണ് ട്രേഡിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റിന്റെ സെനാരിയോ എപ്പോഴും അതുകൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്റെ ഒരു അനാലിസിസ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നിങ്ങളുടെ അനാലിസിസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ പല ടെക്നിക്കൽസ് വെച്ച് പല സപ്പോർട്ടും പല റെസിസ്റ്റൻസും ആണ് കിട്ടുന്നത്. അപ്പോൾ എങ്കിലും നമ്മളിതൊരു സോണായിട്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിന് അത് വളരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ നാളെ ആശംസിക്കുന്നു. താങ്ക് യു.